ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദമാമിൽ നിന്ന് റിയാദിലേക്കുള്ളൊരു ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റിയാദിലുള്ള എൻ്റെ നാത്തൂൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. പുലർച്ചെ 4:30ക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1:45 തന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു മണിക്കൂർ യാത്ര ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പോൾ സൗദി അറേബ്യയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റോടും കൂടിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എങ്ങനെയുണ്ട് ട്രെയിൻ, എങ്ങനെയാണ് സൗദി അറേബ്യയിൽ നമ്മുടെ നാട്ടിലെ ട്രെയിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ട്രെയിൻ ഇതുവരെ കണ്ടിട്ടുമില്ല, യാത്ര ചെയ്തിട്ടുമില്ല. അപ്പോൾ അത് എങ്ങനെയൊന്ന് കാണാനും അറിയാനും ഒക്കെ ഉള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റോടും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു 1 hour യാത്ര ഉണ്ടായിരുന്നു അവിടെ എത്താൻ. ഏകദേശം ഒരു 3 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രി ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ തിരക്കൊക്കെ കുറവായതുകൊണ്ട് നേരത്തെ തന്നെ എത്തി. നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ അറിയുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു 1.5 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ എത്തി. അതുകൊണ്ട് തന്നെ നല്ല പോസ്റ്റ് ആയിരുന്നു. 4:30ക്കാണ് ട്രെയിന്, 4 മണിക്ക് അവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു 1.5 മണിക്കൂർ അവിടെ നല്ല പോസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് നേരം അതിലേക്ക് ഇങ്ങനെ നടന്നു നോക്കി, അവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞൊരു കടയിൽ കയറി നമ്മളെന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കുക, എന്തായാലും അവിടെ വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി. അവിടെ നിന്ന് ഞാനൊരു ഡോറിറ്റോസ് കണ്ടപ്പം ഒരു ഡോറിറ്റോസ് വാങ്ങിച്ച് അവിടെ വന്നിരുന്നു. വെറുതെ അവിടെ കഥയും പറഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും കഥയും പറഞ്ഞ് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്ത വാഷ്റൂം എങ്ങനെ ഉണ്ടെന്നൊന്ന് പോയി നോക്കി. അത് വൃത്തി ഉണ്ടോയെന്ന് അറിയണമല്ലോ, പക്ഷേ അത് അടിപൊളിയായിരുന്നു. വാഷ്റൂം ആണോ എന്ന് നമുക്ക് തോന്നില്ല, അത്രയും വൃത്തിയുള്ള വാഷ്റൂമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3:45 ആയി, 4 മണി ആവാറായപ്പോൾ തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം പിന്നെ അപ്പോഴത്തേനും ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. പക്ഷേ ഒരു 4 മണിയൊക്കെ ആയപ്പം ഏകദേശം കുറേ ആളുകൾ വന്നു തുടങ്ങി. 4:30ക്കുള്ള ട്രെയിനല്ലേ, അപ്പോഴേക്കാണ് ആളുകൾ. പിന്നെ ഈ ആളുകളൊന്നും അധികം വീഡിയോ എടുത്തില്ല, നമുക്കറിയില്ലല്ലോ അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ ഒന്നും അറിയാത്തതുകൊണ്ട് അതൊന്നും അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല. അതിന് പിന്നെ 4 മണിയാകുമ്പോഴാണ് അവിടെ ഓപ്പൺ ചെയ്യാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 4 മണിക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് 4 മണിയായപ്പോൾ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കടത്തി നമ്മൾ ടിക്കറ്റൊക്കെ നോക്കി കൺഫേം ആക്കിയതിന് ശേഷം നമ്മളകത്തേക്ക് കയറ്റി വിട്ടു. അതാ അവിടെ കിടക്കുന്നതാണ് നമ്മളെ ട്രെയിന്. കുറേ പ്ലാറ്റ്ഫോംസൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ വേറെ ട്രെയിനൊന്നും അപ്പോൾ അവിടെ ഇല്ല. ഈ ഒരു ട്രെയിന് മാത്രമേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ വന്ദേ ഭാരത് പോലെയാണ്. വന്ദേ ഭാരതിൽ കയറിയിട്ടില്ല ഇതുവരെ, ആ ഒരു കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. അപ്പോൾ ആ ഒരു അതുപോലെയുള്ള ടൈപ്പ് ഒരു ട്രെയിനാണ് ഇവിടെ. ഇങ്ങനത്തെ ട്രെയിനാണ് ഉള്ളതല്ലോ. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട് റിയാദ്, ദമാം ടു റിയാദ് എന്നുള്ള ഇതൊക്കെയുള്ള ഇതാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കുന്ന നോക്കിയിട്ട് കാര്യമില്ല, ട്വിസ്റ്റ് ഉണ്ട്. ട്രെയിൻ അങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കയറിയ ട്രെയിനിലേക്ക് നമ്മൾ സീറ്റ് നമ്പറൊക്കെ ഇവിടെ ചോദിച്ചു. അപ്പോൾ ഒരു കയറിയിട്ട് വൈറ്റൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ ആ സൈഡിലേക്ക് പോയി. ഇതാണ് ഇതിൻ്റെ അക്കോമഡേഷൻ സീറ്റുകൾ. ഇങ്ങനെ ഈ ഫാമിലീസൊക്കെ ആയിട്ട് വരുമ്പോൾ 4 സീറ്റ്, നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ 4 സീറ്റ് ഒരുമിച്ച് അങ്ങനെയൊക്കെ ബുക്ക് ചെയ്താലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് സീറ്റുകളുണ്ട്. പിന്നെ ഞങ്ങൾ 2 പേര് മാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 പേര് ഇറങ്ങുന്ന സീറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ സീറ്റ്, 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റ്. 18/7 ആണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഇതാണ് നല്ല അടിപൊളിയുള്ള കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുൾ AC ആണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പ് പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല AC ഒക്കെ ഇട്ട് കൂളാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ കയറിയിരുന്നു. നമ്മൾ കയറിയതിന് ശേഷമാണ് ഓരോരുത്തർ വന്നു തുടങ്ങിയത്. ഫുള്ളായിരുന്നു കേട്ടോ, ട്രെയിൻ ഫുള്ളായിരുന്നു. അപ്പുറത്ത് 2 ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ട്രെയിന് പോകാൻ തുടങ്ങിയിട്ടോ. അതുണ്ടോ, ബാക്കിലോട്ടാണ് പോകുന്നത്. നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ട്രെയിൻ പോകുന്നത് ബാക്കിലോട്ടാണ്. ശരിക്കും കാണുന്നുണ്ടോ എനിക്കറിയില്ല. സീറ്റ് തിരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. വന്ദേ ഭാരതിൽ ഞാൻ കേട്ടിട്ടുണ്ട് സീറ്റ് തിരിക്കാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള, പക്ഷെ അത് തിരിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ നോക്കി തിരിക്കാൻ പറ്റുമോ. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഉള്ള വ്യൂ ആണിത്. ഇതിപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിർത്താൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അതാണ് സ്ലോ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിർത്തിയിട്ടൊക്കെയാണ്.
അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഫുഡ് വന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു ടിക്കറ്റിൻ്റെ കൂടെ തന്നെ. ഫുഡ് കൂടെ നമ്മൾ 4 മണിക്കൂർ ട്രെയിനിൽ ഇരിക്കണ്ടേ, 4-4.5 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ ഇതാണ് ഫുഡിലുള്ളത്. ഇങ്ങനെ കിറ്റ്കാറ്റ്, ഓറഞ്ച് ജ്യൂസ്, ഷവർമ, ഒരു വാട്ടർ ബോട്ടിൽ, ഇതൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. 2 ഉണ്ട്. ഒന്നിൽ ഓറഞ്ച് ജ്യൂസിന് പകരം ആപ്പിൾ ജ്യൂസ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാത്തൊക്കെ സെയിം ആയിരുന്നു. അതിന് കൂട്ടത്തിൽ നമ്മളൊരു ചായ കൂടി ഓർഡർ ചെയ്തു. അവരാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഷവർമയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഷവർമയായിരുന്നു. ഇനി വിശന്നിട്ടാണോ എന്നറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ട്രെയിനും എല്ലാം മൂവ് ചെയ്ത് തുടങ്ങി. പിന്നെ ഫുള്ള് മരുഭൂമി തന്നെ, നോക്കത്താ ദൂരത്തോളം മരുഭൂമി അല്ലാതെ പിന്നെ ഒന്നും കാണാനില്ല. സ്റ്റോപ്പ് എത്തുമ്പോൾ മാത്രമേ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാനുള്ളൂ, അല്ലാതെ ഫുള്ള് മരുഭൂമി. അപ്പോൾ 4.5 മണിക്കൂർ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചടപ്പാണ്. അത് പിന്നെ അടുത്ത സ്റ്റോപ്പാണ്. റിയാദൊക്കെ എത്തുന്നതിന് മുമ്പ് 2 സ്റ്റോപ്പാണുള്ളത്. അവിടെ 10-15 മിനിറ്റ് അവിടെ നിർത്തും. അത് കഴിഞ്ഞിട്ടാണ് പിന്നുള്ളത് ഡയറക്റ്റ് റിയാദാണ്. നല്ല ദൂരം, കുറേ സമയം ട്രെയിനിൽ ഇരിക്കാനുണ്ട്. നല്ല ചടപ്പുള്ള പരിപാടിയാണ് ട്രെയിന്, ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. വേറെ ഒന്നും കാണാനില്ല, ഈ ഒരു മരുഭൂമി മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ റിയാദിൽ എത്താറായി. അതാണ് ട്രെയിൻ നല്ല സ്ലോയിലാണ് ഇപ്പോൾ പോകുന്നത്. കറക്റ്റ് സമയത്ത് എത്തും. കറക്റ്റ് 4:30 ട്രെയിൻ എടുത്തും ചെയ്ത സമയത്ത് 8:30 എത്തുന്നതാണ് പറഞ്ഞത്. 8:30 ആയപ്പോൾ തന്നെ അവിടെ എത്തുകയും ചെയ്ത്. ഇതാണ് റിയാദ് റെയിൽവേ സ്റ്റേഷൻ. ഇത് വേറൊരു ലുക്കാണ്, നമ്മളവിടുത്തെ ദമാമിൻ ലുക്കിലേ അല്ല ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇതൊന്നുകൂടി വലുതാണ് തോന്നുന്നു. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് ദമാം റെയിൽവേ സ്റ്റേഷനെക്കാട്ടിലും ഒന്നുകൂടി വലിയ റെയിൽവേ സ്റ്റേഷനാണ്. കണ്ടില്ല, നല്ല തിരക്കുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊരു എയർപോർട്ടിലൊക്കെ വന്ന് ഇറങ്ങിയ ഫീലാണ്. അത്രയും ആളുകളുണ്ട്. ഞങ്ങളവിടുന്ന് പുറത്തിറങ്ങി നമ്മൾ ടാക്സിക്കാണ് പോകുന്നത്. അവിടുന്ന് ഒരു ടാക്സി വിളിച്ചൊന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. അൽഹർജിലാണ് നാട്ടൂന് താമസിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 1 മണിക്കൂർ യാത്രയുണ്ട് അവിടുന്ന്. അങ്ങനെ നമ്മൾ അവിടെ ഒരു ടാക്സിക്കാരനെ വിളിച്ച് അയാളോട് റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അയാളുടെ ടാക്സിയിൽ നമ്മൾ പോവാണ്. പോയി തുടങ്ങി. 1 മണിക്കൂർ 1.25 മണിക്കൂർ ഉണ്ട്. നമ്മൾ 8:30 അവിടെ എത്തി. 10 മണി 10:15 അവിടെ അവരുടെ അടുത്തെത്തിയത്. അപ്പം പിന്നെ ഇതാണ് റിയാദ് ആദ്യമായിട്ടാണ് കാണുന്നത്. ദമാമ പോലെയല്ല, നല്ല ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്, ഞാൻ കേട്ടിരുന്നത് റിയാദിൽ നല്ല ചൂടാണ്, ദമാമിനെക്കാട്ടിലും ചൂടാണ് റിയാദിലെന്നായിരുന്നു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ദമാമിൽ, ഞാൻ ഇവിടെ നിൽക്കുന്ന ജുബൈലിലാണ്. ജുബൈലിൻ്റെ അത്ര ചൂട് റിയാദിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. എന്താണെന്ന് അറിയില്ല, എനിക്കൊന്നും കൂടെ ഒരു കംഫർട്ടായിട്ട് തോന്നിയത് റിയാദിലാണ്. അതുപോലെ ചൂട് കുറവുള്ളത്. പിന്നെ ഇവിടെ കുറേ കാരക്കത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്കൊക്കെ. ഇതാണ് അൽഹർജ് ബോർഡർ ക്രോസ് ചെയ്യാനായി നമ്മൾ. ഇനിയും ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ ഒന്നും കൂടെ ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ 1 മണിക്കൂർ യാത്ര ചെയ്ത് ഇനി 3/4 മണിക്കൂർ കൂടെ ഒന്നും കൂടി യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുന്ന സ്ഥലത്തെത്തി. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അവിടെ അധികം തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ ഗേറ്റിന് മുമ്പിൽ. ഇതാണ് നാട്ടിനൊക്കെ നിൽക്കുന്ന ഒരു വീടാണിത്, അവരുടെ വീട്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.